റെഡ് ക്രോസ് ദിനം എന്നാണ്? ഉത്തരം മെയ് 8. റെഡ് ക്രോസിൻ്റെ സ്ഥാപകൻ ആരാണ്? ഉത്തരം ജീൻ ഹെൻറി ഡ്യുനന്റ്. ജീൻ ഹെൻറി ഡ്യുനന്റ് ജനിച്ചത് എന്നാണ്? ഉത്തരം 1828 മെയ് 8 ജീൻ ഹെൻറി ഡ്യുനന്റ് ജനിച്ചത്. യുദ്ധക്കെടുതികളിൽ ഇരയാകുന്നവരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപം കൊണ്ട സംഘടന ഏതാണ്? ഉത്തരം റെഡ് ക്രോസ്. യുദ്ധത്തടവുകാരോട് മനുഷ്യത്വപരമായി പെരുമാറാനുള്ള പെരുമാറ്റച്ചട്ടമായ ജനീവ കൺവെൻഷൻ ഏത് സംഘടനയുടെ പ്രേരണയിലാണ് നിലവിൽ വന്നത്? ഉത്തരം റെഡ് ക്രോസ് സംഘടന. റെഡ് ക്രോസ് സൊസൈറ്റിയുടെ മേഖല ഏതാണ്? ഉത്തരം സേവന മേഖല. ഏത് യുദ്ധത്തിൻ്റെ കെടുതികളാണ് ഹെൻറി ഡ്യുനന്റിനെ റെഡ് ക്രോസ് സ്ഥാപിക്കാൻ പ്രേരിപ്പിച്ചത്? ഉത്തരം സോൾഫെറിനോ. സോൾഫെറിനോ യുദ്ധം ഏത് വർഷമായിരുന്നു നടന്നത്? ഉത്തരം 1859 ഇറ്റലിയിൽ വെച്ചായിരുന്നു സോൾഫെറിനോ യുദ്ധം നടന്നത്. ജീൻ ഹെൻറി ഡ്യുനന്റ് സോൾഫെറിനോ യുദ്ധത്തിൻ്റെ അനുഭവങ്ങൾ വിവരിച്ചുകൊണ്ട് എഴുതിയ ഗ്രന്ഥത്തിൻ്റെ പേര്? ഉത്തരം എ മെമ്മറി ഓഫ് സോൾഫെറിനോ. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ന്യൂഡൽഹി. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആരാണ്? ഉത്തരം ഇന്ത്യൻ പ്രസിഡന്റ്. ജീൻ ഹെൻറി ഡ്യുനന്റ് എഴുതിയ എ മെമ്മറി ഓഫ് സോൾഫെറിനോ എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത് ഏത് വർഷം? ഉത്തരം 1862. ആരുടെ ജന്മദിനമാണ് ലോക റെഡ് ക്രോസ് ദിനമായി ആചരിക്കുന്നത്? ഉത്തരം ജീൻ ഹെൻറി ഡ്യുനന്റ്. റെഡ് ക്രോസിൻ്റെ സ്ഥാപകനായ ജീൻ ഹെൻറി ഡ്യുനന്റിൻ്റെ പിതാവിൻ്റെ പേര് എന്താണ്? ഉത്തരം ജീൻ ജാക്കോസ്. ഹെൻറി ഡ്യുനന്റ് അന്തരിച്ചത് എന്നാണ്? ഉത്തരം 1910 ഒക്ടോബർ 30. സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം 1917, 1963, 1944 എന്നീ വർഷങ്ങളിൽ ലഭിച്ച സംഘടന? ഉത്തരം റെഡ് ക്രോസ്. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയിൽ ഉപരക്ഷാധികാരി അംഗത്വത്തിന് എത്ര രൂപയാണ് അടയ്ക്കേണ്ടത്? ഉത്തരം 10,000 രൂപ. റെഡ് ക്രോസിൻ്റെ അന്തർദേശീയ സമിതിക്ക് 3ാമത് നോബൽ സമ്മാനം ലഭിച്ചത് എന്നാണ്? ഉത്തരം 1963. മലയാളക്കരയിൽ JRC പ്രവർത്തനമാരംഭിച്ച വർഷം എന്നാണ്? ഉത്തരം 1920. JRCക്ക് ഗ്രേസ് മാർക്ക് അനുവദിച്ച വർഷം? ഉത്തരം 2005. ശരിയായ രീതിയിൽ മാനസികമായോ ശാരീരികമായോ അസുഖം ബാധിച്ച ഒരാൾ വാഹനം ഓടിക്കാൻ പാടില്ല എന്നത് ട്രാഫിക് നിയമത്തിലെ ഏത് സെക്ഷനാണ്? ഉത്തരം 196. JRCയുടെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം ജൂനിയർ റെഡ് ക്രോസ്. ജൂനിയർ റെഡ് ക്രോസ് സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം ക്ലാര ബർട്ടൺ. അമേരിക്കൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ പ്രഥമ വനിതാ പ്രസിഡന്റ് ആരാണ്? ഉത്തരം ക്ലാര ബർട്ടൺ. NSSൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം നാഷണൽ സർവീസ് സ്കീം. IRCSൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി. YRCയുടെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം യൂത്ത് റെഡ് ക്രോസ്. നെതർലാൻഡ് റെഡ് ക്രോസ് സൊസൈറ്റിക്ക് അംഗീകാരം നൽകിയ വർഷം? ഉത്തരം 1864. ഏറ്റവും കൂടുതൽ തവണ നോബൽ സമ്മാനം ലഭിച്ച സംഘടന ഏതാണ്? ഉത്തരം റെഡ് ക്രോസ്. 3 തവണ ലഭിച്ചിട്ടുണ്ട്. ഇൻ്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസിൻ്റെ ചുരുക്ക എഴുത്ത് എന്താണ്? ഉത്തരം ICRC. NCCയുടെ പൂർണ്ണരൂപം എന്താണ്? നാഷണൽ
കാഡറ്റ് ക്രോപ്സ്. ജനീവയിൽ റെഡ് ക്രോസ് ആദ്യമായി യോഗം ചേർന്നത് എന്നാണ്? ഉത്തരം 1863. സോൾഫെറിനോ സുവനീർ ഏതു ഭാഷയിലാണ് രചിച്ചത്? ഉത്തരം ഫ്രഞ്ച് ഭാഷയിൽ. 1862 ജീൻ ഹെൻറി ഡ്യുനന്റാണ് സോൾഫെറിനോ സുവനീർ എഴുതിയത്. റെഡ് ക്രോസിൻ്റെ അന്തർദേശീയ സമിതിക്ക് രണ്ടാമത് നോബൽ സമ്മാനം ലഭിച്ചത് എന്നാണ്? ഉത്തരം 1944. കേരളത്തിലെ JRCയുടെ ആദ്യ മാതൃകാ യൂണിറ്റ് ഏത് സ്കൂളിലാണ് പ്രവർത്തിക്കുന്നത്? ഉത്തരം പാലക്കാട് ജില്ലയിലെ സെൻറ് തോമസ് മിഷൻ സ്കൂൾ. റെഡ് ക്രോസിൻ്റെ ആപ്തവാക്യം എന്താണ്? ഉത്തരം ചാരിറ്റി ഇൻ വാർ. ട്രാഫിക് അടയാളങ്ങളെ എത്രയായി തരംതിരിച്ചിരിക്കുന്നു? ഉത്തരം 3. അന്താരാഷ്ട്ര റെഡ് ക്രോസിൻ്റെ ആസ്ഥാനം ഏത് രാജ്യത്താണ്? ഉത്തരം സ്വിറ്റ്സർലാൻഡിൽ. റെഡ് ക്രോസിൻ്റെ സ്ഥാപകനായ ജീൻ ഹെൻറി ഡ്യുനന്റിൻ്റെ മാതാവിൻ്റെ പേര് എന്താണ്? ഉത്തരം അൻഡായിനെറ്റ. ഏത് ജില്ലയിലാണ് കേരളത്തിൽ ആദ്യമായി JRC യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചത്? ഉത്തരം പാലക്കാട് ജില്ലയിൽ. റെഡ് ക്രോസിൻ്റെ മുഖവാക്യം എന്താണ്? ഉത്തരം മാനവികതയുടെ കരുത്ത്. റെഡ് ക്രോസിൻ്റെ പതാകയുടെ നിറം എന്താണ്? ഉത്തരം വെള്ള. വെള്ള പതാകയിൽ ചുവപ്പ് നിറത്തിലുള്ള കുരിശ്. ഇന്ത്യയിൽ റെഡ് ക്രോസ് സൊസൈറ്റി നിലവിൽ വന്ന വർഷം? ഉത്തരം 1920. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ചെയർമാൻ? ഉത്തരം കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി. കേരള റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ വഞ്ചിയൂർ. മുസ്ലിം രാജ്യങ്ങളിൽ റെഡ് ക്രോസ് അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഉത്തരം റെഡ് ക്രസൻറ്റ്. 1901 പ്രഥമ സമാധാന നോബൽ സമ്മാനത്തിന് അർഹനായ റെഡ് ക്രോസ് സ്ഥാപകൻ? ഉത്തരം ജീൻ ഹെൻറി ഡ്യുനന്റ്. കേരള റെഡ് ക്രോസ് ഘടനയുടെ പ്രസിഡന്റ് ആരാണ്? ഉത്തരം കേരള ഗവർണർ. ഇന്ത്യയിൽ ജൂനിയർ റെഡ് ക്രോസ് സൊസൈറ്റി ആദ്യമായി ആരംഭിച്ചത് എവിടെയാണ്? ഉത്തരം പഞ്ചാബ്. JRC യൂണിയന്റെ ചുമതല വഹിക്കുന്ന അധ്യാപകൻ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം കൗൺസിലർ. ഇനി നിങ്ങൾക്കുള്ള ചോദ്യമാണ്. അവശരും വികലാംഗരുമായ ഭടന്മാർക്ക് വേണ്ടി റെഡ് ക്രോസ് 1946 നിർമ്മിച്ച ഭവനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം. ബൈ.